നിങ്ങളെല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും. ഈ ഒരു വ്യക്തി ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ കുറച്ച് ക്വാളിറ്റീസ് ഒന്ന് മാറിയാൽ എൻ്റെ ജീവിതം വളരെ സിമ്പിളായനെ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എന്ത് സിമ്പിളായനെ. അങ്ങനെ ഒരു വ്യക്തി, മിക്കവാറും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളായിരിക്കും. മക്കളാവാം, അച്ഛനോ അമ്മയോ ആവാം, സ്പൗസ് ആവാം, സിബ്ലിങ്സ് ആവാം. നിങ്ങൾ പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം, ഉപദേശിക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം, കാണിച്ചു കൊടുത്ത് ശരിയാക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എന്നിട്ടും ഒരു രീതിയിലും ഒരു വ്യത്യാസം ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാൾ മിക്കവാറും എല്ലാവരുടെ ലൈഫിലും മിനിമം ഒരാളെങ്കിലും കാണും. 1-2 പേരൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത്, ഈ വ്യക്തി തെറ്റായി ചെയ്യുന്ന ആ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തെറ്റായിട്ടുള്ള നിലപാടുകളോ ഒരിക്കലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ആയിരിക്കില്ല, വളരെ സിമ്പിളായ കാര്യങ്ങളിലായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, ഇപ്പം നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വേറൊരാൾ നിങ്ങളെപ്പോലെ തന്നെ മരുന്ന് എഴുതണം, അതൊന്നും ആയിരിക്കില്ല നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം, എന്ത് സിമ്പിളാണിത്, ഏത് കുട്ടിക്കും മനസ്സിലാവും, അങ്ങനത്തെ ഒരു കാര്യമായിരിക്കും അവർ മാറിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു കാര്യം തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പഠിച്ചത്? അല്ലെങ്കിൽ ഏതൊരു വയസ്സിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം വന്നത് ഇങ്ങനത്തെ ഒരു കാര്യം? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം, സിമ്പിളായിട്ടൊരെണ്ണം, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഫാസ്റ്റ് ഫുഡ് അയാൾ ഒത്തിരി കഴിക്കുന്നു, അത് അയാളുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ഈ അറിവ് നിങ്ങൾക്ക് ഏത് പ്രായത്തിലായിരിക്കും കിട്ടിയത്? വളരെ ചെറുതിലേ അല്ലേ? 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ? അതേ ക്ലാസ്സിൽ പാസ്സായ വ്യക്തിയല്ലേ ഇയാളും? അതോ സിലബസ് വേറെ ആയിരുന്നോ? ഇന്ന കാര്യം ഇയാൾക്കറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇത് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തു. ഫാസ്റ്റ് ഫുഡ് കഴിക്കരുതെന്നുള്ള രഹസ്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആണോ? 10-15 വയസ്സിന് മേലെയുള്ള എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യങ്ങളാണ് മിക്കവാറും എങ്ങനെ ഒരു വകതിരിവോടുകൂടി ബിഹേവ് ചെയ്യണമെന്നോ എന്ന കാര്യങ്ങൾ ഇന്നത് ചെയ്യണോ എന്നുള്ളതൊക്കെ. അതൊന്നും പുതിയൊരു നോളജോ ഒരാൾ അറിയാത്തത് കൊണ്ട്, അറിയാതെ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അങ്ങനെ ഉള്ളത് കൊണ്ട് ചെയ്യാതിരിക്കുന്നതൊന്നും അല്ല. അവർ കോൺഷ്യസ്ലി എടുക്കുന്നൊരു തീരുമാനമാണത്. അവർക്ക് ആ ഒരു കാര്യം മാറ്റണമെന്ന് ഒരു രീതിയിലുള്ള ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങൾക്ക് മാത്രമേ അതിലൊരു ബുദ്ധിമുട്ടുള്ളൂ, അവർക്കുണ്ടോ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ വേറെ ഒരാളുടെ ജീവിതം കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്താൻ റെഡിയാണ്? നമുക്ക് ആ വ്യക്തിയോട് വളരെയധികം സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-15% നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുത്തിയേക്കാം. അതിനപ്പുറത്ത് ഒരു മനുഷ്യനും അവരുടെ ഒരു സർവൈവൽ ടെൻഡൻസിയാണ് അവനവൻ്റെ സ്വഭാവം എന്തെങ്കിലും അവരൊരു ഡിസ്കംഫർട്ട് നേരിടാതെ മാറ്റാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടൊക്കെ ശരിയാണ് എന്നുള്ളതിൻ്റെ പോയിന്റ് പെട്ടെന്ന് കൂട്ടി വെക്കുക എന്നല്ലാതെ ഇന്ന ആളുടെ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഞാൻ മൂലം വേദനിക്കുന്നു, ഞാനൊന്ന് മാറട്ടെ, അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവാണ് അയാൾക്കുള്ളതെങ്കിൽ അയാൾ അങ്ങനെ ഒരു സ്വഭാവം ആദ്യം തന്നെ കാണിക്കുമോ? ഇല്ലല്ലോ. ഇങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾ ഉപദേശിക്കുന്നതും നിങ്ങൾ പിന്നാലെ നടന്ന് ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്തൂടെ ഇത് കണ്ടൂടെ എന്ന് പറയുന്നതും ഒരു ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്നൊരു പരിപാടിയാണ്. നിങ്ങളുടെ ലൈഫ് എല്ലാ രീതിയിലും സിംപ്ലർ ആക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി ചില ആൾക്കാരൊക്കെ, നിങ്ങളുടെ പേരൻസൊക്കെയാണ് മിക്കവാറും കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ ഇന്ന രീതിയിൽ മെറ്റീരിയലിസ്റ്റിക്കലി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. അല്ലാതെ വേറൊരാൾക്കും നിങ്ങളുടെ ഇമോഷണൽ രീതിയിൽ നിങ്ങളെ ഇന്ന രീതിയിൽ പാമ്പർ ചെയ്ത് വെക്കണം എന്നുള്ളത് ചിലപ്പോൾ പാരൻസ് ചെയ്യുമായിരിക്കും ഒരു ഏജ് വരെ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കും അത്രയ്ക്കൊന്നും ആലോചിക്കാനോ അവനവൻ്റെ ആ ഒരു ബിഹേവിയർ ഇന്ന ആളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി മാറ്റാനോ അത്രയ്ക്ക് വിശാലമനസ്കതയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യമേ അങ്ങനെ ബിഹേവ് ചെയ്യുമോ? അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിശാലമനസ്കത നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഈ ഇന്നയാളെ നന്നാക്കുക എന്നുള്ളൊരു തത്രപ്പാടിൽ പെടുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൽഫ് ഗ്രോത്തോ നിങ്ങളുടേതായ ഡെവലപ്മെൻറ്റോ ഒക്കെ വളരെ കുറവായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്ക്. നിങ്ങൾ എപ്പോഴും ആ പ്രശ്നത്തിനകത്ത് അല്ലെ ഇയാൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ സറൗണ്ട് ചെയ്ത് മാത്രമേ ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഇന്നയാൾ ഇന്നത് വന്ന ഇന്നത് ചെയ്യണം, ഇന്നത് വന്ന ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ എന്താ ചെയ്തത്. എപ്പോഴും നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ആ വ്യക്തിയായിരിക്കാം. നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ സബ്ജക്റ്റേ അല്ല. നമ്മൾ ഈ പശുവിനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കെട്ടിയിടില്ലേ, എന്നിട്ട് അത് അതിന് ചുറ്റും മാത്രം ചെയ്യില്ലേ, അതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ചുറ്റും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല, പുരോഗതിയില്ല. ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു വ്യക്തിയെ നന്നാക്കാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിൽ നിന്ന് നേടുന്നുണ്ടോ? ഇയാൾ നന്നാവുന്നുമില്ല, ഞാനാണ് എന്താ എന്ന് മനസ്സിലാവുന്നുമില്ല.
നിങ്ങൾ അയാളിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതോ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള കാര്യം വളരെ ചെറിയൊരു കാര്യമായിരിക്കാം. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. നിനക്ക് വീണ വായിക്കാൻ അറിയില്ല, ഒന്ന് പഠിച്ചെടുത്തൂടെ, അങ്ങനെയൊന്നും പറഞ്ഞ് ആരും ബോധർ ചെയ്യില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം. ആ ചെറിയൊരു എഫേർട്ട് അവരെടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞ് ഒരാൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എടുപ്പിക്കാൻ കഴിയുമോ? എത്ര എഫേർട്ടാണ് അതിൽ പോകുന്നത്? നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങൾക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവുന്നില്ല. നിങ്ങൾ എവിടെയോ സ്റ്റക്കായാണ്. ഇത്രയും ഒരു ചെറിയ കാര്യം സ്വയം ആലോചിച്ച് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി നിങ്ങൾ എത്ര തവണ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി മാറുമോ? നിങ്ങൾ എത്ര എനർജിയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ്, അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നോ? അതും ഇല്ല. അത് ശരിയാണോ? ഒരാൾക്ക് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ ആദ്യം വിചാരിക്കേണ്ടത് അവരാണ്. അവർ വിചാരിച്ചാലേ വേറെ എന്തും. ഇനി വിചാരിച്ചിട്ടും ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവർ കഷ്ടപ്പെടുന്നുണ്ടാവും. അവരാണെങ്കിൽ നിങ്ങളോട് വന്ന് ഹെൽപ്പ് ചോദിക്കും. ഇങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാക്കാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇന്ന ഒരു പ്രശ്നം അത് നോർമലൈസ് ചെയ്ത് ആ ഒരു കംഫർട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വ്യക്തി അത് ആരോ ആവട്ടെ, മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ ക്ലോസ് ആയിട്ടുള്ള ആളായിരിക്കാം നിങ്ങളെ ഈ രീതിയിൽ ബോധർ ചെയ്യുന്നൊരു വ്യക്തി. അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തിയുടെ പിന്നാലെ നടന്ന് നിങ്ങളിത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കുകയാണെങ്കിൽ അവസാനം മാടമ്പള്ളിയിലെ മനോരോഗി ആരായിരിക്കും? നിങ്ങളായിരിക്കും. നിങ്ങൾക്കൊരു സെൽഫ് ഗ്രോത്തും ഉണ്ടാവില്ല, സെൽഫ് ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല. ഇതേ പ്രശ്നം ഇതിനകത്തോ ഇതിന് വെളിയിൽ നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല, ബിഗ് പിക്ചർ ഒന്നും കാണുന്നേ ഇല്ല. ഈ ചെറിയൊരു പ്രശ്നം, ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു കുട്ടി ഒന്ന് നന്നായിരുന്നെങ്കിൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയേനെ, എന്താ ഇത് ഇങ്ങനെ അല്ലേ? ഇത് നിങ്ങളുടെ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിത് ഇത്രയും ബോധേഡായിട്ട് എങ്ങനെയെങ്കിലും ഇവർ ഈ ഏരിയയിലൊന്ന് നന്നാവണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ എത്ര കാലം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും? എന്തിലെല്ലാം നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും? ആ വ്യക്തി സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളല്ലേ അത്. അതിന് നിങ്ങൾ അയാളെ ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ നിന്ന് അയാളുടെ സമയമെടുത്ത് അയാൾക്ക് അങ്ങനെ കഴിയുമെങ്കിൽ പുറത്തു വരിക. ഒരാളെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തെടുത്താൽ അവർ ആ ഒരു ബിഹേവിയർ സ്വയമേ പഠിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അവരതുപോലത്തെ അടുത്ത സിറ്റുവേഷനിൽ ചെന്ന് ചാടത്തേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം അവരെ നമ്മൾ വീക്കാക്കുകയാണ്. അവർക്ക് ആ ഒരു സ്ട്രെങ്ത് വരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടാൻ. ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എല്ലാ രീതിയിലും ഒരാളെ ഉപദേശിച്ച് നോക്കാം. പക്ഷേ അയാളെ ട്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിയിൽ അവർ തന്നെ അത് പഠിച്ചെടുക്കട്ടെ, അവരുടെ ആ ഒരു ലൈഫ് ലെസൺ പഠിക്കാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളത്, അത് ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് കണ്ടു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ചെയ്തേ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിലേ അതിലെന്തെങ്കിലും ഒരു മെച്ചം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ പറയാം അങ്ങനെ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? എൻ്റെ ലൈഫും കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ, എൻ്റെ ലൈഫും കൂടെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യത്തിൽ ഞാനിങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനിത് കൺട്രോൾ ചെയ്യാൻ നോക്കും. നിങ്ങൾ ലൈഫിൻ്റെ എല്ലാ റിസ്ക് ടേക്കിംഗ് ആസ്പെക്റ്റും കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കൺട്രോളിലാണോ അത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. നിങ്ങൾ ആ പ്ലെയിനിൽ കയറി കഴിഞ്ഞ ഉടനെ നിങ്ങൾ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചേ നിങ്ങളുടെ ലൈസൻസ്, നിങ്ങൾ എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, പറക്കാനൊക്കെ അറിയോ, ഒന്ന് ലാൻഡ് ചെയ്ത് കാണിച്ചേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ലൈഫ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിൽ കയറുന്നത്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ അത്രയും ട്രസ്റ്റ് ചില വ്യക്തികളിൽ ചില അവസരങ്ങളിൽ കൊടുക്കാൻ നമ്മൾ മെൻ്റലി തയ്യാറാണ്. ഫാമിലിയിലുള്ളവരോട്, അടുത്ത കൂട്ടുകാരോട്, ഇങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രമേ നമ്മളിങ്ങനെ ഇവരെങ്ങനെയെങ്കിലും നന്നായേ പറ്റുള്ളൂ എന്നൊരു കടുംപിടുത്തം പിടിക്കാറ്. ബാക്കിയുള്ള കേസിൽ നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിൽ നിങ്ങൾ പ്രൂഫൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ ട്രസ്റ്റ് ചെയ്താണ് പോകുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അത് മാൻഡേറ്ററി ആയി വരുമ്പോൾ ട്രസ്റ്റ് ഓക്കെ, മാൻഡേറ്ററി അല്ലാതെ വരുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഇയാളെ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് നന്നാക്കും. അങ്ങനെ നന്നായ ആരുടെയെങ്കിലും ഒരു ചരിത്രം നിങ്ങൾക്കുണ്ടോ? ആദ്യം നിങ്ങൾ റിഡീം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി റിഡംഷന് റെഡി അല്ലെങ്കിൽ ഒരു രീതിയിലും അതിൽ നിങ്ങൾ എത്ര വെള്ളം കോരിയിട്ടും കാര്യമില്ല, അതൊരു ഓട്ടക്കലമാണ്. ഇതിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചോയ്സും ഇല്ലേ? നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചോയ്സാണത്. ആ ഫ്ലൈറ്റിൽ എത്ര നേരം കയറണം എന്നും ആ ഫ്ലൈറ്റിൽ കയറണമെന്നും ആ ഫ്ലൈറ്റിൽ എത്ര ഇൻവോൾവ് ആവണം എന്നും അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അഡ്വൈസ് ചെയ്യുക വളരെ എളുപ്പമാണ്. ട്രസ്റ്റ് ചെയ്യുക, സൈലൻ്റ് ആവുക, ഒബ്സർവ് ചെയ്യുക, ഇതൊക്കെ പാടാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അലിച്ചു കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ നന്നാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.